കല്യാണം കഴിഞ്ഞിട്ടുള്ള ഈ പെണ്ണുങ്ങൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം ഇതാണോ? അതായത് സ്വന്തം വീട്ടിൽ പോകാനും നിൽക്കാനും മറ്റൊരാളോട് അനുവാദം ചോദിക്കേണ്ടി വരുന്ന അവസ്ഥയിൽ കൊണ്ടെത്തിക്കുന്ന സിറ്റുവേഷൻ ആണല്ലേ വിവാഹം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നിങ്ങൾ എന്തുകൊണ്ടാണ് ഭർത്താവിന്റെ വീട് സ്വന്തം വീടായിട്ട് കാണാത്തത്? അങ്ങനെ കണ്ടാൽ തന്നെ ഒരു 50% പ്രശ്നങ്ങൾ സോൾവ് ആണ്. അല്ലെങ്കിൽ അടുത്ത ജന്മത്തിൽ കണ്ണൂർ ജനിക്കുക, അതല്ലെങ്കിൽ നിക്കാഹിന്റെ ഉസ്താദ് പറയുക മോളെ 2 ദിവസം കൂടുമ്പോൾ ഈ മോളെ ഇവിടെ കൊണ്ടായി കൊടുക്കണമെന്നുള്ളത്. അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് തീരെ പെർമിഷൻ പറ്റണില്ലേ, ഒരു അനാഥയായിട്ടുള്ള ആളെ കിട്ടിക്കൊള്ളി. വിവാഹം കഴിഞ്ഞിട്ടുള്ള ഒരു പെണ്ണിന് സ്വന്തം വീട്ടിൽ പോവാന് നിൽക്കാന്, പ്രായമായിട്ടുള്ള മാതാപിതാക്കളെ സന്ദർശിക്കാന്, അവള് ജനിച്ച് വളർന്ന് വലുതായ വീട്ടിൽ പോവാന്, ലൈഫിൽ ഏത് സിറ്റുവേഷനിലും ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ഏത് സാഹചര്യത്തിലും അവൾക്ക് എപ്പോഴും കയറി ചെല്ലാൻ പറ്റിയ വീടാണ്. അതിനു വേണ്ടിയിട്ട് തൻ്റെ ആയിട്ടുള്ള ഒരു പെണ്ണ് ഒരിക്കലും സമ്മതത്തിന് വേണ്ടിയിട്ട് മുട്ടിലഴയാൻ നിൽക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. ഭർത്താവ് നല്ലൊരു സ്നേഹമുള്ളൊരു ആളാണെങ്കിൽ, അണ്ടർസ്റ്റാൻഡിങ് ലൈഫാണെങ്കിൽ, അഡ്ജസ്റ്റ്മെന്റ് ആണെങ്കിൽ, ഉടമയാണെങ്കിൽ വലിയ വിവാദങ്ങളും പ്രശ്നങ്ങളായിരിക്കും. ഈ ഒരു ഇണയും തുണയുമാണെങ്കിൽ അയാൾ പറയും എൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എനിക്ക് എപ്പോഴും പുറത്ത് പോവാം, എൻ്റെ വീട്ടിൽ പോവാം. ഇപ്പോൾ ഗൾഫിലൊക്കെ എന്നുണ്ടെങ്കിൽ ഫോണിൽ കൂടി സ്വിച്ച് ഓഫ് ഒക്കെ ആണെങ്കിൽ എന്തെങ്കിലും ആവശ്യ ഘട്ടത്തിൽ സമ്മതത്തിന് വേണ്ടി കാത്തു നിൽക്കുക ഇമ്പോസിബിൾ ആണത്. അപ്പോൾ ആവശ്യങ്ങൾക്ക് പുറത്ത് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ മാറ്റിയാൽ മതി. പോട്ടെ എന്നതിന് പകരം പോയി വരാമെന്ന് പറഞ്ഞാൽ മതി. വളരെ സിമ്പിൾ.